നമ്മളുടെ എല്ലാവരുടെയും കൈയൊക്കെ എപ്പോഴും മുറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കൈ മുറിയുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും? കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അതായത് നമ്മളുടെ ബ്ലഡ്, അതായത് കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ എന്ത് നടക്കും? ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ നടക്കും അല്ലേ? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നുണ്ട്. ബ്ലഡ് ക്ലോട്ട് വിൽ ഫോം. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കൊതുകൊക്കെ കടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരാറില്ല, ഇങ്ങനെ ബ്ലഡ് എന്താ ക്ലോട്ട് ഫോം ചെയ്യാത്തത്? അതിന് കാരണമൊന്നുമല്ല, നമ്മളുടെ കൊതുക് കടിക്കുന്ന സമയത്ത് കൊതുക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആൻറ്റി കൊയാഗുലൻ്റ് നമ്മളുടെ ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കൊതുകിന് സുഖമായിട്ട് ഇങ്ങനെ ബ്ലഡ് കുടിച്ചെടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഒരു എക്സെപ്ഷണൽ കേസാണ് നമ്മളുടെ ഡ്രാക്കുളയൊക്കെ എങ്ങനെയാണ് ബ്ലഡ് കുടിക്കുക? ചോര കുടിക്കുമ്പോൾ ഇവിടെയൊക്കെ മുറിവുണ്ടാവും, പക്ഷേ അവിടെ ബ്ലഡ് കട്ടയാവുന്നില്ലല്ലോ അല്ലേ? ഒന്നെങ്കിൽ ആ കുടിച്ച ആൾക്ക്, അല്ലെങ്കിൽ ഡ്രാക്കുളയ്ക്കല്ല മറ്റേ ആൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത എന്തെങ്കിലും അസുഖം ഉണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഡ്രാക്കുളയും ഇതുപോലെ ഒരു ആൻറ്റി കൊയാഗുലൻ നമ്മളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടാവണം. എന്തായാലും ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിയിൽ എന്തുണ്ട്? ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഈ ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ സ്റ്റേജസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബ്ലഡ് ക്ലോട്ടിങ് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പം നമ്മളുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവിടെ എന്തുണ്ട് ചെയ്യും? അവിടുത്തെ ടിഷ്യൂസ് ഡാമേജ് ആവും അല്ലേ? അപ്പം ഇഞ്ചേർഡ് ഏരിയയിൽ ആ ഇഞ്ചേർഡ് ടിഷ്യൂസ് എന്ത് റിലീസ് ചെയ്യുന്ന അറിയാമോ? അവർ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാക്കും. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ റിലീസ് ചെയ്യും. ഇവിടെ നമ്മളുടെ പ്ലേറ്റ്ലെറ്റ്സ്, നമുക്കറിയാം നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് നമ്മൾ പറയും. പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും? ഈ പ്ലേറ്റ്ലെറ്റ്സ് ഡീജനറേറ്റ് ചെയ്തിട്ട് ഡീജനറേറ്റ് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ടാക്കും? പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ 3 ഉണ്ടാക്കും. ഒരു ഫാക്ടർ, അത്രയേ ഉള്ളൂ, ഒരു ഫാക്ടർ ഉണ്ടാക്കും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മളുടെ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാകുന്നത്. ഈ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നു. പക്ഷേ ഇതൊരു സിമ്പിൾ പ്രോസസ്സ് അല്ല, ഇതിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ത്രോംബോകൈനേസ് ഇവിടെ ഉണ്ടായി. ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ഇവിടെ ഉണ്ടായി, ത്രോംബോകൈനേസ്. ഓക്കെ, ഈ ത്രോംബോകൈനേസിൻ്റെ ഫോർമേഷന് നമുക്ക് ഒരുപാട് ആൾക്കാർ വേണം, കാൽഷ്യം അയോൺസ് ഒക്കെ വേണം. ഓക്കെ, ഈ ത്രോംബോകൈനേസ് എന്താണെന്നറിയാവോ ചെയ്യുക? നമ്മൾ പ്ലാസ്മ ഫാക്ടേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ പ്ലാസ്മയിലുള്ള ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോമാണ്, ഒരു പ്രോട്ടീൻ കോംപ്ലെക്സ് ആണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ബ്ലഡിലുള്ളതാണ്. ഈ പ്രോത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബോകൈനേസ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ത്രോംബിനാക്കി മാറ്റും. ഈ പ്രോ എന്ന് പറയുന്നതുണ്ടെങ്കിൽ എപ്പോഴും ഇനാക്റ്റീവാണ്. നമ്മളുടെ ഐഫോൺസിൻ്റെ ഒക്കെ കേസിൽ പ്രോ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണല്ലേ, പക്ഷേ ഇവിടെ പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനാക്റ്റീവ് ആണെന്നാണ് അർത്ഥം. അപ്പം ഈ ത്രോംബോകൈനേസ് ത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. പിന്നെ ആരുടെ ആക്ഷനാണ് നടക്കേണ്ടത്? ത്രോംബിൻ്റെ ആക്ഷനാണ്. ത്രോംബിൻ നേരെ വരും, നമ്മളുടെ പ്ലാസ്മയിലുള്ളൊരു പ്രോട്ടീനാണ്, നമ്മളുടെ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജൻ. ഈ ഫൈബ്രിനോജനെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്തിട്ട്, ഇതും ഇനാക്റ്റീവ് ആണല്ലേ, ത്രോംബിൻ ഇവിടെ അതിനെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഇവിടെ ആക്ഷൻ ത്രോംബിൻ്റെ ആണ് നടക്കുക. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റും. ഓക്കെ, ഫൈബ്രിൻ ഫൈബേഴ്സ്, ഇങ്ങനെ ഫൈബേഴ്സ് ആക്കി മാറ്റും. ഈ ഫൈബ്രിൻ ഫൈബേഴ്സും പ്ലസ് വേറെ കുറച്ച് ആൾക്കാർ വരും, നമ്മളുടെ RBC വരും, പിന്നെ പ്ലസ് നമ്മളുടെ പ്ലേറ്റ്ലെറ്റ്സ് വരും. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു നെറ്റ്വർക്ക് തന്നെ ഫോം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഇതാണ് നിങ്ങളുടെ ഇഞ്ചേർഡ് ഏരിയ, ഇതാണ് നിങ്ങളുടെ സ്കിൻ. ഇവിടെ എന്ത് വന്നു? ഇവിടെ ഒരു ചെറിയ മുറിവ് വന്നു. ഇതിലൂടെയാണെങ്കിലോ പാത്തജൻസ് ഒക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ആ ക്ലോട്ട് അടയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഫൈബ്രിൻ ഫൈബേഴ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ വരും. എന്നിട്ടും ഈ ഒരു ക്ലോട്ട് അടയുന്നില്ല അല്ലേ, അവിടെ എന്തുണ്ട്? ലീക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആര് വരും? നമ്മളുടെ RBC വരും. എന്നിട്ടും ക്ലോട്ട് അടയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ കുറച്ച് പ്ലേറ്റ്ലെറ്റ്സ് കൂടി ഇങ്ങനെ വരും. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൂടി വന്നിട്ട് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്ത് അതൊരു ബ്ലഡ് ക്ലോട്ടായിട്ട് മാറും. ഓക്കെ, സോ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. ദിസ് വിൽ ക്ലോട്ട്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ആ മുറിഞ്ഞ ഭാഗം നമ്മൾ സീൽ ചെയ്യുന്നു, ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുന്നു.
ഓക്കെ, ഇതാണ് നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ആദ്യം ഇഞ്ചേർഡ് ഏരിയയിൽ നിന്ന് ആരുണ്ടാകും? ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാകും. അതും പ്ലേറ്റ്ലെറ്റ് ഫാക്ടറും കൂടി ചേർന്നിട്ട് ത്രോംബോകൈനേസ് ഉണ്ടാകും. ത്രോംബോകൈനേസ് പ്രോത്രോംബിന് ത്രോംബിൻ, ത്രോംബിൻ ഫൈബ്രിനോജന് ഫൈബ്രിൻ, ഫൈബ്രിൻ ഫൈബേഴ്സ് ആർ ബി സി പ്ലേറ്റ്ലെറ്റ്സ്, ബ്ലഡ് ക്ലോട്ട് ഫോംഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റേജസിൽ ഏതെങ്കിലും ഒരു ഭാഗം വേക്കൻ്റ് ആയിട്ട് തന്നിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ആരൊക്കെ ഇവിടെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ത്രോംബോകൈനേസിൻ്റെ ഫോർമേഷനിൽ കാൽഷ്യം അയോൺസ് വേണം. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റാൻ ആര് വേണം? നമുക്ക് വൈറ്റമിൻ കെയും എസെൻഷ്യലാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോട്ടീൻസ് വേണം, അതുപോലെ തന്നെ വൈറ്റമിൻ കെയും അത്യാവശ്യമാണ്. അപ്പം ഈ ഏതെങ്കിലും ഒരു പ്രോട്ടീൻസൊക്കെ മിസ്സാവുമ്പോഴാണ് നമുക്ക് എന്ത് വരാത്തത്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അസുഖമായിട്ടുള്ള ഹീമോഫീലിയ, അതൊരു ജനറ്റിക് ഡിസോർഡറാണ്, അതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലഡ് ക്ലോട്ടിങ് സ്റ്റേജസ് നോക്കി വെക്കാം.